താനെന്താ എവിടെ? കൂടെ വന്ന എന്താ അയാൾക്കൊറ്റക്ക് വരാൻ പറ്റില്ലേ? അല്ല, ഒരു ധൈര്യത്തിന്. ധൈര്യം? താൻ കാരണം ആ ഒരു ഹർത്താൽ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി തനിക്ക് വല്ല വിവരമുണ്ട്? ഒരു പോസ്റ്റൊക്കെ ഇടാൻ ആരും പറ്റും, പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാക്കിയുള്ളവർക്ക് ആ ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും പോയി എൻ്റെ ഓഫീസിലേക്ക്. എൻ്റെ പേര് സന. ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛനൊരു ഹോട്ടലിലെ വെയിറ്ററും ചേച്ചി ഒരു പാർക്കിംഗ് ലോഡിലെ ജീവനക്കാരിയാണ്. ഇവർ രണ്ടുപേരും വരുമാനം വെച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഒരു നടപടികളും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. ഇപ്പം അങ്ങയുടെ നിസ്സംഗതയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, ഈ ഹർത്താൽ ദിനം അങ്ങയുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഒരു സാധാരണ ദിനമാക്കി തരാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് സാധിക്കുമോ? ചേച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഹർത്താലായിട്ട് മോളെ കൊണ്ട് സ്കൂളിൽ പോകണ്ടെന്ന്. ഇതേ കണ്ടില്ലേ? ഒരു 10-200 ഗ്രാം കാണുമോ എമ്മല്ലേ? കുറച്ചൊരു വെയിറ്റ് ഉള്ള കല്ലുമാണ്. ഒരു 1.5 കിലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് പൊട്ടിക്കായിരുന്നു. ഗ്ലാസ് ഒന്നും ഇപ്പോൾ പഴയതുപോലെയല്ല, നല്ല സ്ട്രോങ് ലാബാസൊക്കെ പണിതിരിക്കുന്നത്. MLA-മാർ തന്നെ ഇതിനിറങ്ങുന്നത് വളരെ കഷ്ടമാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലാവുമ്പോൾ അവരും കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ശരിയാ, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളിൽ പലരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം MLA മറന്നുപോയി. പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പൗരബോധവും പൗരധർമ്മവും മറന്നുപോരും. ഏതായാലും MLA-മാർ കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരാണ് ഇതൊരു കക്ഷി. ചെറിയൊരു പിഴ വേണ്ടി വരുമായിരിക്കും, ഒരു 10-15 രൂപ. അതിനെ കൊടുക്കാൻ ആളുണ്ടല്ലോ. എന്നാൽ പിന്നെ ഈ സമരത്തെ നേരിടാൻ CM-ന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇതൊരു തരം ചീപ്പ് ഹീറോയിസം അല്ലേ സാർ? ഒരു സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ഇതൊരു കാര്യമല്ലേ. ഇപ്പം എനിക്കങ്ങനെ ചീപ്പായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ് സാർ? ഇതിനൊന്നും പ്രചോദനമുണ്ടല്ലോ, ഇതെൻ്റെ ജോലിയല്ലേ. Challenging the Chief Minister.